അനിമോളെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ടാണ് നെവിൻ്റെ പട്ടി ഷോ. കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പം ബിന്നി പോയതിന് ശേഷം നേരത്തെ ബിന്നിയുടെ പുറകെ ബിന്നിയുടെ ഹസ്ബൻഡ് വന്നപ്പോൾ നെവിൻ കാട്ടിക്കൂട്ടിയതൊക്കെ നമുക്കറിയാമല്ലോ. ബിന്നി പോയതിന് ശേഷം പിന്നെ ഉള്ളത് അനിമോളാണ്. അനിമോളുടെ പുറകെയാണ് ഇപ്പോൾ. അനിമോൾ കിടക്കുന്നിടത്ത് പോയി കിടക്കുക. അനിമോൾ എന്ത് ചെയ്താലും പുരസ്ത്രീ എന്ന് പറയുക. സത്യമായി നെവിൻ എന്തിൻ്റെ സൂക്കടാണ് എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. നെവിൻ ഗെയിം കളിക്കാൻ പോയതാണോ? നെവിൻ്റെ വിചാരം ഏതാണ്ട് വലിയ പുറത്ത് ഏതാണ്ട് വലിയ ഭയങ്കര ഇതാണോ? ഏതാണ്ട് ഇതുണ്ട്, എന്തോ വ്യക്തി വൈരാഗ്യം കാണിക്കുന്ന പോലെയാണ് നെവിൻ്റെ പെരുമാറ്റം. പ്രത്യേകിച്ച് അനുമോളോട്. മറ്റുള്ളവരോടൊന്നും കളിക്കാൻ ചെല്ലത്തില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്, ആരുടെ അടുത്തും കളിക്കാൻ ചെല്ലത്തില്ല. അവരൊക്കെ നല്ല പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് നല്ല വായിന്ന് കേൾക്കും. ലക്ഷ്മിയുടെ അടുത്ത് ഒന്നും ചെല്ലത്തില്ലോ, ആരുടെ അടുത്തും ചെല്ലത്തില്ല. ഈ അനുമോളുടെ അടുത്താണ് കൂടുതലും. നെവിൻ്റെ ഒരു പ്രത്യേകത, നെവിനെ ഇപ്പോൾ ആരെ വേണേലും നോമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നെവിനെ എന്ത് വേണേലും ചെയ്യാം, ആരെ വേണേലും എന്തും വിളിക്കാം. നെവിനെ ആരും ഒന്നും വിളിക്കാൻ പാടില്ല. ഇത് എവിടത്തെ ഇതാണ്. പ്രത്യേകിച്ച് അനുമോൾക്കാകുമ്പം എവിടെ വേണേലും ആർക്ക് വേണേലും കൊട്ടാലോ. ആർക്ക് വേണേലും ഈ ചാഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പിലാണല്ലോ കയറി പിടിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഈ ബിഗ് ബോസ് ഹൗസിൽ തിന്നാൻ വേണ്ടി മാത്രം പോയൊരു വ്യക്തിയാണ് നെവിൻ. നെവിന് ഒരു ബോധവുമില്ല. ഒരാളുടെ സ്പേസ് ഒന്നും വേണ്ട. നമ്മുടെ ബിന്നിയുടെ ഹസ്ബൻഡ് വന്നപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടല്ലോ, അവരുടെ അടുത്ത് പോയി നിൽക്കുക. അവർ പോകാൻ പറഞ്ഞിട്ട് പോലും പോകുന്നില്ല. എന്തൊരു ഇതാണ് ഒരു നമുക്ക്. ഇപ്പം അത് ഗെയിമാണ്, ഗെയിമിൻ്റെ ഭാഗത്ത് എന്ത് പിണ്ണാക്കും ആയിക്കോട്ടെ, ഒരു ചെറിയ അവർക്കൊന്ന് ഒരു 2 മിനിറ്റെങ്കിലും അവർക്കൊന്ന് ഉണ്ടാലോ. അത് പോട്ടെ. കഴിഞ്ഞ ദിവസം അടുക്കളയിൽ കിടന്ന് അതേ നെവിൻ ഒന്ന് കുടിക്ക പോലും ചെയ്ത ബെഡിൽ പോയി കിടക്കും, വേറൊരാളുടെ ബെഡിൽ പോയി കിടക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും ഒരു ബോധമില്ലാത്ത ഒരുത്തനാണ്. ഒരു ബോധമില്ലോ, ഒരു ഇതും ഇല്ലാത്ത ഒരുത്തനാണ്. വോട്ടും തീരെ കുറവാണ്. ഇപ്പം പുറത്താകുമെന്നുള്ള പേടിയാണ്. എന്താണെന്നറിയാം, നെവിനറിയാം. ഇനി നെവിനും ഒക്കെ ഇനി അത് നിൽക്കത്തില്ല, പുറത്താകുമെന്ന് നെവിന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ ആ പട്ടി ഷോ ഒക്കെ കാണിക്കുന്നത്. ഇതെങ്കിലും കണ്ടിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള രീതിയിലാണ് നെവിൻ്റെ ഇപ്പോഴത്തെ പട്ടി ഷോ. അനുമോൾക്കെതിരെയാകുമ്പം ആരും ഒന്നും ചോദിക്കത്തില്ലല്ലോ. മറ്റുള്ളവർക്കെതിരേക്കാകുമ്പോൾ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്, അവർ ചോദിക്കും. അനുമോൾക്കെതിരെയാകുമ്പോൾ ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. പിന്നെ അനീഷ് മാത്രമുണ്ട് അനുമോൾക്ക് വേണ്ടി. അത് അനീഷിന് തോന്നിയാൽ മാത്രമേ അനീഷ് സംസാരിക്കും, അല്ല അനീഷ് അത് എടുക്കത്തില്ല. അല്ലാതെ വേറെ ആരും അനുമോൾക്ക് വേണ്ടി വാദിക്കാനോ ഒന്നും പറയാനോ സംസാരിക്കാനോ പോകത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു വൃത്തികളാണ് നെവിനോടെ കാട്ടിക്കൂട്ടുന്നത്. നമുക്ക് തന്നെ ആ ലൈവ് കാണുമ്പോൾ ഇറിറ്റേഷൻ തോന്നും. വേണം എന്നും പറഞ്ഞ് ഇതുപോലെയാണോ? നിങ്ങൾ അപ്പാനെ കണ്ടിട്ടുണ്ടോ? അപ്പാനെ ഒരു 2 ആഴ്ചയായിട്ട് അനുമോൾക്കെതിരെ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ചെയ്തത്, പുറകെ നടന്ന ഇറിറ്റേഷൻ. ആ എപ്പിസോഡിലാണ് നമ്മുടെ അപ്പാന് പുറത്തായത്. ഈ തവണ നോക്കൂ, നെവിൻ ഇത്തവണ പോകും, ഉറപ്പാണ്. അതിൽ ഒരു സംശയവും ഇല്ല. നെവിൻ ഏറ്റവും കുറച്ച് വോട്ട് കുറവാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. എന്തായാലും നെവിൻ ഈ ആഴ്ച പുറത്താവും. അപ്പോൾ എന്താ, ഇനിയിപ്പോൾ 3-4 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. പട്ടി ഷോ കഴിക്കട്ടെ, പട്ടി ഷോ അവിടെ നടത്തട്ടെ. നെവിൻ്റെ വിചാരം എന്താണ്? ഭയങ്കര ഇതാണ്, പുറത്ത് ഭയങ്കര സംഭവമാണോ എന്തോ ഒരു സംഭവമാണ് പുള്ളിയോടെ കാട്ടിക്കൂട്ടുന്നത്. ഗെയിം കളിക്കുമ്പോൾ നമ്മൾ എല്ലാ വ്യക്തികൾക്കും എതിരെ വേണം ഗെയിം കളിക്കാൻ. അല്ല ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ വെച്ചും അല്ല മനസ്സിൽ വ്യക്തി വൈരാഗ്യം വെച്ചുകൊണ്ട് ചെയ്യുന്ന ഷോ അല്ല. നമ്മളവിടെ നിൽക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ എതിരെ നമ്മൾ ഗെയിം കളിക്കണം. അല്ല നമ്മളവിടെ പോയത് സുവാസത്തിനോ ഫുഡ് കഴിക്കാനോ അല്ലല്ലോ. നെവിൻ കാണുന്നതെന്ന് വെച്ചാൽ അനുമോൾക്കെതിരെ മാത്രം ഗെയിം, വേറെ ആർക്കെതിരെയും ഗെയിമില്ല. എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.